പ്രിയമുള്ള പ്രേക്ഷകരെ നമസ്തേ. നമ്മുടെ ചർച്ച ചെയ്യുന്നത് മാസഫലമാകുന്നു. സൂര്യൻ മിഥുനത്തിലേക്ക് പ്രവേശിക്കുകയാണ്. എപ്പോഴാണ് പ്രവേശിക്കുന്നത്? 1200 മിഥുനമാസം 1-ാം തീയതി ഞായറാഴ്ച, അതായത് 2025 ജൂൺ 15-ാം തീയതി രവിവാരം ഞായറാഴ്ച കാലത്ത് 6:45 സൂര്യൻ മിഥുനമാസത്തിലേക്ക് പ്രവേശിക്കുന്നത്. ആ പ്രവേശിക്കുന്ന ദിനം കറുത്തപക്ഷത്തിലെ ചതുർത്ഥി തിഥിയാകുന്നു, തിരുവോണം നക്ഷത്രമാകുന്നു. സൂര്യൻ ഒരു മാസക്കാലമാണ് ഒരു രാശിയിൽ നിൽക്കുക, 32 ദിവസം വരെ നിൽക്കും. മിഥുനം, കർക്കിടകം മാസങ്ങളൊക്കെ പ്രായേണ 32 ദിവസങ്ങൾ കാണാം. മകരം, കുംഭമൊക്കെ 30, 29 ദിവസങ്ങളും കാണാം. നമ്മൾ ഇംഗ്ലീഷിലെ ഫെബ്രുവരി മാസം പോലെ തന്നെ. ഇവിടെ സൂര്യൻ മിഥുനത്തിൽ നിൽക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ഒരു വർഷക്കാലം സൂര്യൻ തൻ്റെ ശത്രുക്ഷേത്രത്തിലായിരുന്നു നിന്നത്, ശുക്രക്ഷേത്രത്തിലെ ഇടവത്തിൽ. ഇവിടെ ബുധക്ഷേത്രത്തിലാണ്. സൂര്യന് ബുധൻ സമനാണ്, പക്ഷെ ബുധന് സൂര്യൻ സുഹൃത്താണ്. പക്ഷെ പലപ്പോഴും മിഥുനത്തിലെ സൂര്യൻ വളരെയധികം നല്ല ഫലങ്ങളെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഏറ്റവും നല്ലൊരു സമയമാകുന്നു. ആർക്കൊക്കെ? സൂര്യൻ്റെ ആശ്രയഫലത്തിൽ വിദ്യാ ജ്യോതിഷ വിത്തവാൻ, വിദ്യ കൊണ്ട് ധനമുണ്ടാവുക, ജ്യോതിശാസ്ത്രങ്ങൾ, താന്ത്രികം, മാന്ത്രികം, ജ്യോതിഷവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങൾ, എല്ലാ തരത്തിലുള്ള വിദ്യ കൊണ്ടും ധനമുണ്ടാവുക, വിത്തവാൻ, അങ്ങനെ ധനികനാവും എന്നൊരു ഫലം പറഞ്ഞിരിക്കുന്നു. ആ സൂര്യൻ ഏതെല്ലാം രാശികളിൽ നിന്നാൽ എന്തൊക്കെ പ്രയോജനങ്ങൾ ആർക്കൊക്കെ സംഭവിക്കുമെന്നാണ് നാം ചിന്തിക്കുന്നത്. ഈ ഒരു മാസക്കാലം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ശോഭനമായ നല്ല ഒരു അനുഭവങ്ങൾ സൂര്യൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് മേടം മുതൽ മീനം രാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങൾ നാം ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ മാരാർജി എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സുസ്വാഗതം. ഇന്ന് സൂര്യൻ നിൽക്കുന്നത് വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 8-ാം ഭാവത്തിലാണ്. 8 എന്നാൽ ജ്യോതിഷത്തിൽ ഏറ്റവും മോശപ്പെട്ട ഭാവമാകുന്നു. സർവപ്രണാശോ വിപദോപവാദോ ഹേതുപ്രദേശോ മരണസ്യ ദാസാഹ മഠാധികം വേശ്മ ഗതാശ്ച വിഘ്നാഹ വിചിന്തനീയ പുനരഷ്ടമേന. 8-ാം ഭാവം കൊണ്ട് എല്ലാതരം നാശങ്ങളും, മരണത്തിൻ്റെ ദേശം, അപവാദങ്ങൾ, ഭൃത്യജനങ്ങൾ, ഇവരൊക്കെ ചിന്തിക്കണം 8-ാം ഭാവം കൊണ്ട്. അവിടെ സൂര്യൻ നിൽക്കുന്നത് വളരെയധികം ദോഷമാണ്. ഇവിടെ സൂര്യൻ ഏത് ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണെന്ന് നാം നോക്കണം. വൃശ്ചികൻ രാശിക്കാർക്ക് സൂര്യൻ തങ്ങളുടെ കർമ്മം, തൊഴിൽ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാകുന്നു. ആ തൊഴിൽ ചിന്തിക്കേണ്ടുന്ന ഗ്രഹമാണ് ഏറ്റവും ദുർബലമായ 8-ാം ഭാവത്തിൽ നിൽക്കുന്നത്. പാവേരന്ധ്രകെ ദാസജനരു പ്രത്യൂഹ ഗുഹ്യാമയാഹ ലോകേർ വിഗ്രഹണം ധനാധിഹരണം ചോരേ നിർവശ്ചാരിഭിഹി. 8-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ ദാസജനങ്ങൾക്ക് രോഗം വരിക, ഭൃത്യജനങ്ങൾക്ക് രോഗമുണ്ടാവുക, ഗുഹ്യ സംബന്ധമായ രോഗങ്ങൾ വരിക, ധനം നശിക്കപ്പെടുക, കള്ളന്മാരാളും രാജാവ് തൻ്റെ കാശ് കൊണ്ടുപോവുക, GST ടാക്സ്, ഇൻകം ടാക്സ്, സെൽ ടാക്സ് മുതലായ പ്രശ്നങ്ങളിൽ പെടുക, ലോകേഹി വിഗ്രഹണം, അനാവശ്യമായി ജനങ്ങളുമായി കലഹിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുക. അതിനാൽ വളരെയധികം ശ്രദ്ധിക്കണം അഷ്ടമത്തിൽ ഈ സൂര്യൻ നിൽക്കുമ്പോൾ. വൃശ്ചികൻ രാശിക്കാർക്ക് ഏത് ഭാവത്തിൻ്റെ ആധിപത്യമാണ് സൂര്യൻ എന്നുകൂടെ നാം ചിന്തിക്കണം. അവരുടെ കർമാധിപനാകുന്നു, അവരുടെ തൊഴിലിനെപ്പറ്റി ചിന്തിക്കേണ്ടുന്ന ഭാഗമാകുന്നു 10-ാം ഭാവം. ദേവാലയ, നഗരസഭ, മാർഗാലയ, ദാസ സർവകർമാണി ആജ്ഞാലംബനമേധ സർവം ചിന്തിയം ഹി ദശമതഃ. അപ്പോൾ ദേവാലയങ്ങൾ, മന്ദിരങ്ങൾ, അനാഥാലയം, ക്ഷേത്രം, ട്രസ്റ്റി, ഇതൊക്കെ ചിന്തിക്കേണ്ട ഭാവമാകുന്നു 10-ാം ഭാവം. തൻ്റെ ആജ്ഞ പേറി നടക്കേണ്ടവർ, തന്നെ ആശ്രയിക്കുന്നവർ, ഇവരൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 10-ാം ഭാവം. ഇവിടെ 10-ാം ഭാവത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹമാണ് അങ്ങേയറ്റം ദുർബലമായി 8-ാം ഭാവത്തിൽ നിൽക്കുന്നത്. അതിനാൽ കർമ്മതടസ്സം, ഭൃത്യന്മാരെ കൊണ്ടുണ്ടാകുന്ന ക്ലേശങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, രാജകോപം, ശത്രുക്കൾ, ഇവരൊക്കെ തന്നെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു സമയമാണ് ദിസ് കമ്മിങ് 1 month. സ്വതവേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കണം, വൃശ്ചികൻ രാശിക്കാർക്ക് ഇപ്പോൾ അഷ്ടമത്തിലാണ് വളരെ ദുർബലമായി വ്യാഴം നിൽക്കുന്നത്. അവിടെ സൂര്യന് പോയി നിന്നു. 4-ാം ഭാവത്തിൽ രാഹുവാണ്. അതിനാൽ വൃശ്ചികക്കാർ വളരെയധികം ശ്രദ്ധിക്കണം. വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്ന മാസമാണിത്. വളരെയധികം ജാഗ്രത പാലിക്കണം. അപവാദോ മഠാപത്രിഭാവയെ അഷ്ടമസ്ഥിതേ. 8-ാം ഭാവത്തിൽ പാപഗ്രഹങ്ങൾ വരുമ്പോൾ അപവാദങ്ങളും മഠത്തിനും ആപത്തും ഉണ്ടാകും. അതിനാൽ രാഷ്ട്രീയ നേതാക്കൾ, വലിയ വലിയ സ്ഥാപനങ്ങൾ, ട്രസ്റ്റുകൾ, ഇതിൻ്റെ ഉത്തരവാദിത്തമുള്ള വ്യക്തികളെല്ലാം തന്നെ അപവാദങ്ങളെ ഭയക്കണം. അന്വേഷണങ്ങൾ നേരിടും തൻ്റെ പേരിൽ. ഈ ഒരു മാസക്കാലം വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. സൂര്യൻ കർക്കിടക രാശിയിൽ വരുന്നത് വരെ, ജൂലൈ മാസം 15 വരെ വളരെയധികം ജാഗ്രത പാലിക്കണം. നിർബന്ധമായും ശിവക്ഷേത്രത്തിൽ മൃത്യുഞ്ജയ
ഹോമമോ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയോ വഴിപാടോ ചെയ്യണം. അതിനുമപ്പുറം ആദിത്യ ഹൃദയ മന്ത്രം ജപിക്കണം. ഓം നമഃശിവായ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിച്ച് വളരെയധികം ക്ലേശകരമായ ഈ ഒരു 31 ദിവസക്കാലത്തെ പ്രതിരോധിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട തുലാൻ രാശിക്കാർ ശ്രമിക്കണം. രോഗാദി അരിഷ്ടതകൾ വരും, അച്ഛന് രോഗാദി അരിഷ്ടതകൾ വരും. കാരണം സൂര്യൻ പിതൃകാരകനാണ്. അതിനാൽ വൃശ്ചികൻ രാശിക്കാർക്ക് വീട്ടിൽ അങ്ങേയറ്റം ക്ലേശങ്ങൾ ധാരാളം ഉണ്ടാകും. അത് അച്ഛൻ്റെ ഭാഗത്തായാലും സ്ത്രീ വിഷയത്തിൽ പോയി ബുദ്ധിമുട്ടുണ്ടാക്കുമെന്ന് ചമത്കാരിക ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നു. ക്രിയാലംബടസ്ഥ അഷ്ടമേ കഷ്ടഭാഗി വിദേശേതാരാൻ ഭജൻ വാപ്യവസ്തു. താൻ ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ആഗ്രഹിച്ചിട്ട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു. എടുത്തു ചാടി സ്ത്രീ വിഷയത്തിൽ പോയി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. വിദേശത്തുള്ള സ്ത്രീയെ കണ്ടതിൻ്റെ ഭാര്യയെ പോലെ കണക്കാക്കുക, അല്ലെങ്കിൽ പ്രണയം നാമ്പിടുക, തൻ്റെ ഫാമിലി ലൈഫിൽ ശ്രദ്ധിക്കാത്തൊരവസ്ഥ വരിക, അതും വളരെയധികം ജാഗ്രത പാലിക്കണം. പശു ക്ഷീണത ദസ്യുതവ വിലമ്പാത്. തൻ്റെ കാലതാമസം മൂലം, യഥാസമയത്ത് കാര്യങ്ങൾ ചെയ്യാത്തത് മൂലം തൻ്റെ ധനം നശിച്ചു പോകുന്നു. കള്ളന്മാർ തൻ്റെ ധനം കൊണ്ടുപോകുന്നു. വിപത് ഗുഹ്യജ ഭാനുനോക്ര ഭവത്തു. അങ്ങേയറ്റം രൂക്ഷമായ ഗുഹ്യരോഗങ്ങൾ ബുദ്ധിമുട്ടും. ഇവിടെ ഗുഹ്യരോഗങ്ങൾ മാത്രമല്ല, ലൈംഗിക രോഗങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. എടുത്തു ചാടി സ്ത്രീ വിഷയത്തിലൊക്കെ ജാഗ്രത പാലിക്കാതെ വന്നാൽ ലൈംഗിക രോഗങ്ങൾ വരാം. അതിനാൽ സ്ത്രീ വിഷയത്തെ വളരെ ജാഗ്രതയോടുകൂടി വൃശ്ചികൻ രാശിക്കാർ കാണണം. മേൽപ്പറഞ്ഞ പരിഹാരങ്ങൾ ചെയ്യണം. ഒരു മാസക്കാലം വളരെ ചിട്ടയോടുകൂടി ജീവിക്കണം. ഇല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ നേരിടുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ട വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു മാസക്കാലത്തെ പ്രാർത്ഥിക്കുന്നു. എന്താണ് വൃശ്ചികൻ രാശി? വിശാഖ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന 2 കാൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി.